ചെറിയമ്മ മോളെ മോള് കരയാതെ. എല്ലാം മാറുന്ന് നമുക്ക് വിശ്വസിക്കാം. നമുക്ക് ഈ ദാരിദ്ര്യം ബുദ്ധിമുട്ടുണ്ടായത് കുറച്ചൊക്കെ നമ്മുടെ കുഴപ്പം കൊണ്ട് തന്നെയാ. ദൈവത്തിനോട് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കും. ചെറിയമ്മ, വർഷം ഇത്രയായില്ലേ, രാജു ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ലല്ലോ. അവനോട് ഈ വീട്ടിലുള്ളവർ ചെയ്തത് അങ്ങനെയാണല്ലോ. മനഃപൂർവ്വം അല്ലെങ്കിലും മോളും അവനെ തള്ളി പറഞ്ഞില്ലേ. അത് ശരി, പൂജാമുറിയുടെ വാതിക്കൽ വന്ന് നിന്നാണോ ചെറിയമ്മയുടെ മോളുടെയും കരച്ചിലും പിടിച്ചിലും? കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും ഒരു ഫലം ഉണ്ടാവില്ല. ഇതൊക്കെ തലവരയാ, തലവര. എന്തൊക്കെയായിരുന്നു അഹങ്കാരം! വലിയ മന്ത്രിയുടെ മകള്, കൊമ്പത്തെ കോലത്തെ രാജകുമാരി. മന്ത്രിയായിരുന്ന ആൾക്കേ പുറത്തിറങ്ങാൻ വയ്യാണ്ടായി. മകളാണെങ്കി ഭർത്താവിനെ ഓർത്ത് കരയുന്നു. എടി, അവൻ വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവും. ഒരു ദൈവവും നിങ്ങളുടെ മുമ്പിൽ കണ്ണ് തുറക്കില്ല. അവളുടെ ഒരു കരച്ചില്. ഒരു ദൈവവും നിങ്ങളുടെ മുമ്പിൽ കണ്ണ് തുറക്കില്ല. അവളുടെ ഒരു കരച്ചില്. മോൾവാ. അമ്പിക എന്താ ആരെയോ പേടിക്കുന്ന പോലെ? പേടിയോ? എനിക്കോ? ആരോട്? എന്തിന്? അല്ല, ഇവിടെ മരുമോൾ ഭരണമെന്നാ കേട്ടത്. മരുമോള് ഭരണോ? ആ, അല്ല, ഇതൊക്കെ ആരാ പുഷ്പകലയോട് പറഞ്ഞത്? അരമന രഹസ്യം അങ്ങാടിപ്പാട്ടെന്നാണല്ലോ ക്ലബില് പലരും പറയുന്നത് കേട്ടു. ആ ദേ, ഇതുകൊണ്ട് തന്നെയാ ഞാൻ ക്ലബിൽ കുറെ നാളായിട്ട് വരാത്തെ. മുഴുവൻ പരദൂഷണക്കാരാണെന്നേ. ക്ലബില് വരാത്തത് മാസവരി അടയ്ക്കാൻ പോലും കാശില്ലഞ്ഞിട്ടാണെന്നാ മെമ്പേഴ്സ് പലരും പറയുന്നത്. ദീപുന്റെ അമ്മ ആരോടെ കലബിലെ വർത്താനം പറയുന്നേ? അത് അമ്മയെ കാണാൻ അമ്മയുടെ ഒരു പഴയ കൂട്ടുകാരി വന്നിട്ടുണ്ട്. കണ്ട കണ്ടുകളെയൊക്കെ വിളിച്ചെന്റെ വീട്ടിൽ കയറ്റരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ.